27-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം, പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. അർത്ഥമെന്തുവാ? ഈ യാത്രയ്ക്ക് മുമ്പിൽ ഒരു പ്രതികൂലമുണ്ട്. അത് ജീവൻ വരെ നഷ്ടമാക്കുന്ന പ്രതികൂലമാണ്. സ്തോത്രം. ഇത് ആർക്ക് മനസ്സിലായി? പ്രാർത്ഥിക്കുന്ന പൗലോസിന് മനസ്സിലായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ഏത് പ്രതികൂലത്തിനകത്തും നിന്നെ നിർത്തുന്നത് ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ വെളിപ്പാടുമാണ്. എന്നാ അവിടെ വായിക്കുകയാണ്, പൗലോസിന്റെ വാക്കിനേക്കാൾ കപ്പൽ പ്രമാണിയുടെയും മാലൂമിയുടെയും വാക്ക് കാര്യമായിട്ടെടുത്തു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥന്റെ വാക്ക് അധികം വിശ്വസിച്ചു. അപ്പം പൗലോസിന്റെ വാക്കിനേക്കാൾ അധികം കപ്പൽ പ്രമാണിയുടെയും മാലൂമിയുടെയും വാക്ക് കേട്ടു. അവര് വിചാരിച്ചാലും പ്രതികൂലമൊക്കെ ആർക്കാ ഇല്ലാത്ത? എൻ്റെ പൊന്നു മോനെ, ഇത് നീ കാണുന്ന പ്രതികൂലം അല്ല. ഗ്ലോറി. തെക്കൻ കാറ്റ് മന്ദമായി ഊതിയപ്പോ താല്പര്യം സാധിച്ചെന്ന് വിചാരിച്ചു. എന്നാ ഇച്ചിരി മുമ്പോട്ട് ചെന്നപ്പോ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് ഇവരെ മുന്നോട്ട് വിടാതെ ഇവർക്കെതിരെ വീശി അടിച്ചു. താഴെ ഭാഗമൊക്കെ വായിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ആഹാരം മുമ്പിൽ ഇരുന്നിട്ട് ആഹാരത്തെ നോക്കി 14 ദിവസം പട്ടിണി. മട്ടൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കാം, കഴിക്കാൻ പറ്റുന്നില്ല, കാറ്റ് ഒലയ്ക്കുകയായിട്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര കൊല്ലമായി നിന്റെ പടകിനെ ഒലയ്ക്കാൻ തുടങ്ങിയിട്ട്? ഗ്ലോറി ടു ഗോഡ്. ചോദ്യം, ഒലയുന്ന പടകിൽ അനുകൂലകൻ വരുമോ? ചോദ്യം, ഉലയുന്ന പടകിൽ ഉലയാത്തവൻ വരുമോ? പൗലോസ് എഴുന്നേറ്റിട്ട് പറയുക, ഇന്ന് വെച്ച ആഹാരം കഴിക്ക. കുക്ക് രാവിലെ ആഹാരം വെക്കും, വൈകിട്ട് എടുത്തു കളയും. 14 ദിവസം എല്ലാരും പട്ടിണി. കപ്പലും നേരെ നിന്നിട്ട് വേണ്ടേ? ചിലർ ചോദിക്കും, ബ്രദർ ഒന്ന് പ്രാർത്ഥിയില്ല. എന്റെ പൊന്നി ചേട്ടാ, ഒന്ന് നേരെ നിന്നിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഉണ്ടോ? മിണ്ടുന്നില്ല. നീ എന്താ ഊസിച്ചേ? എന്റെ ബ്രദറെ, ഊസിക്കാൻ ആഗ്രഹമുണ്ട്, നേരെ നിന്നിട്ട് വേണ്ടേ ഊസിക്കാൻ? കരി എന്നെ ഇട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? ഒലയ്ക്കുക. ഈ കാറ്റ് സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാറ്റടിക്കുമ്പോ ചില വൃക്ഷങ്ങളൊക്കെ, വൃക്ഷക്കൂട്ടത്തിന് നടി കാറ്റടിക്കും, ചുമ്മാ നോക്കി നിൽക്കണം, തിരിഞ്ഞും മറിഞ്ഞും അടിക്കും. എന്നിട്ട് ഈ മരം പറയാത്ത എന്നാന്നറിയോ? കാറ്റിന് കാണാൻ വയ്യാത്ത മണ്ണിനകത്തൂടെ ഇതിന്റെ വേര് സഞ്ചരിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോ, സ്തോത്രം, നമ്മള് ഒരിടത്തോട്ട് വീഴാൻ പോകുമ്പോ, ഞാനും ലാലുവും കൂടെ കൈപിടിച്ചിറങ്ങുമ്പോ, ഞാൻ വീഴാൻ പോകുമ്പോ ലാലുവിന്റെ കയ്യെ മുറുക്കി പിടിക്കുന്ന പോലെ മുകളിൽ പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞു വീശുമ്പോ കാണാത്ത തലത്തിൽ പിടി മുറുകും. ഒരാമയും വരുന്നില്ല. എത്ര പ്രതികൂലം അഴിച്ചു വിട്ടിട്ടും നീ മറിയാതെ നിൽക്കുന്നത്, ആർക്കും കാണാൻ വയ്യാത്തൊരു കണക്ഷൻ നിനക്ക് ദൈവമായിട്ടുള്ളോണ്ടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതികൂലത്തിനകത്തിരിക്കുന്ന ചിലരിവിടെ ഉണ്ട്. രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടവരിവിടെ ഉണ്ട്. പട്ടിണി കിടക്കുന്നവരിവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം. 14 ദിവസം ആ കപ്പല് ഒരുത്തര് ഫുഡ് കഴിച്ചിട്ടില്ല.
സൂര്യൻ ഉദിച്ചിട്ടില്ല, ചന്ദ്രൻ ഉദിച്ചിട്ടില്ല. പൗലോസ് ചോദിക്കുക, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ വരാൻ പോവാ, എന്നിട്ടും നിങ്ങൾ യാത്ര ചെയ്യുക എന്തിനാ? എന്നിട്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയുക, ദേ ധൈര്യമായി ഫുഡ് കഴിച്ചു, കാറ്റ് അത് വിട്ടേ. അതെന്നാ? നിങ്ങളിൽ ഒരുത്തന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ലെന്ന ഇന്നലെ രാത്രി എനിക്ക് ദൂത് കേട്ടു. പ്രതികൂലം കാണിച്ച ദൈവം പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് എന്തോ സംഭവിക്കുമെന്നും കാണിക്കും. അയ്യോ, കാറ്റമങ്ങിയില്ലല്ലോ, ഇനിയും കാറ്റടിച്ചോട്ട്. ദൂതുണ്ടെങ്കിൽ കാറ്റിനെ പേടിക്കണ്ട, ദർശനമുണ്ട് കാറ്റിനെ പേടിക്കണ്ട, പ്രതികൂലമുണ്ട് കാറ്റിനെ പേടിക്കണ്ട. ഇനി ഞാൻ ബൈബിളിന്റെ വെളിപ്പാടിലോട്ട് വരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. സമ്പൽ സമൃദ്ധിയുടെ അത്തിച്ച കോടിയിൽ നിന്ന് ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ കൂടിയിരുന്ന് വിരുന്ന് നടത്തുക. സ്തോത്രം. നടക്കുന്ന വിരുന്നിരിക്കുന്ന വീടിന്റെ മുമ്പിലേക്ക് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. ഞാനൊരു ദൂത് പറയാം. ചില ഒലച്ചിലിന്റെ പിമ്പിൽ നിന്റെ കണ്ണിന് കാണാത്തൊരു വിഷയമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ കണ്ണ് ആ വിഷയത്തെ കണ്ടു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തില് വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ഒലച്ചു മറിക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾ എവിടുന്ന് തലപൊക്കിയോ, നെയിം ഓഫ് ജീസസ്. നിനക്ക് തന്നെ അല്പം കൂടെ കഴിയുമ്പോൾ ആത്മാവിൽ ബോധ്യപ്പെടും ഈ പ്രതികൂലത്തെ എങ്ങനെയാ ജയിക്കുന്നത്. ചില ദിവസത്തിനകം നിന്റെ കൂടാരത്തിൽ കൊല്ലങ്ങളായി അടിച്ചുലയ്ക്കുന്ന ആ പ്രതികൂലത്തെ ധരണം ചെയ്യാൻ നിനക്ക് കൃപ തരാൻ പോകും. നാട് വിട്ടു പോകാൻ പോവല്ല, ദേശം വിട്ടു പോകാൻ പോവല്ല. നീ അവിടെ തന്നെ പാർത്ത് അവിടെ തന്നെ ജീവിച്ച് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, നിന്റെ പ്രതികൂലം ഉടനെ മാറുമെന്ന് പറ. ഗ്ലോറി. ചില വീടുകൾക്കകത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുക. പിശാച് സൃഷ്ടിച്ച നിന്റെ കുടുംബത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്നത്തെ പ്രയറിൽ വഴിമാറാൻ പോവുക. പതറരുത് പ്രതികൂലത്തിൽ, മടുക്കരുത് പ്രതികൂലത്തിൽ. നീ അതിനെ ജയിക്കാൻ പോവാ. ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ നിനക്കെതിരെ തലപൊക്കിയ പ്രതികൂലം. ഞാനിപ്പോഴും ഓർക്കുക, ഞാനൊരു മനുഷ്യനെ കാണാൻ ഒരു ദിവസം ചെന്നു. ആ മനുഷ്യൻ തൊണ്ട കിഴിച്ച് ശ്വസിക്കാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുക. ആഹാരം ലിക്വിഡ് ഫുഡാ. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ബെഡിലായിട്ട്? 11 വർഷമായി. എന്തുവാ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിപ്പോയി. വണ്ടി എന്നൊരു പോസ്റ്റിലിടിച്ചു. തലയോട്ടി ഇളക്കി വെച്ച് ഓപ്പറേഷൻ ചെയ്തു. ഓർമ്മ പോയി, ബുദ്ധി പോയി, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണുമ്പോ 41 വയസ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 11 വർഷമായി ഒരേപോലെ വെട്ടിയിട്ട തടി പോലെ കിടക്കുക.
ആ വീടിന്റെ അന്തരീക്ഷമാകമാനം ഇളകി മറിഞ്ഞു. ജോലി ഉപേക്ഷിച്ച് ഭാര്യ ഭർത്താവിനെ ചികിത്സിക്കുന്നു. മൂത്ത 2 പിള്ളേർ 2 ഭാഗത്ത് ജോലി ചെയ്ത് അപ്പനെ പോറ്റുന്നു. പിള്ളേരെന്ന് കല്യാണം പോലും വേണ്ട, അപ്പൻ എഴുന്നേക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പ്രതികൂലം ചില വീടുകളിൽ വന്നാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എന്നാൽ ഇന്നത്തെ ദൂത് നിന്റെ വീട്ടിൽ അറ്റ് നടക്കുന്ന പ്രതികൂലത്തെ എങ്ങനെ ജയിക്കാമെന്ന് ദൈവം സംസാരിക്കുക. ഇച്ചിരി നീണ്ടാലും ജയിക്കാതെ ഈ പ്രയർ നിർത്തരുത്. ഏത് സൂര്യൻ ഉദിച്ചില്ലെങ്കിലും ചന്ദ്രൻ ഉദിച്ചില്ലെങ്കിലും നീ ഉലയാത്തൊരു സ്ഥലത്ത് കാലുവെക്കാൻ പോവുക. കൃപ കൃപ കൃപ. സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും അത്യുച്ചകോടിയിൽ നിൽക്കുന്ന യോബിന്റെ പിള്ളേര് വിരുന്ന് നടത്തുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് മരുഭൂമി രൂപപ്പെട്ടു. അത് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ആ വീട് പമ്പരം പോലെ കറങ്ങി. ആ വീടിനകത്തിരുന്നവന്മാരുടെ മേൽ വീണു. അവരെല്ലാം മരിച്ചു. സന്തതികളെ കാറ്റ് കൊണ്ടുപോയിട്ടും ആ പ്രതികൂലത്തിനകത്തൊരുത്തൻ ഇരുന്നോണ്ട് പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു. അതിന്റെ അർത്ഥം എന്തുവാ? എടാ, ഇനിയും തരാൻ കഴിയുന്ന ഒരുവനെ ഞാൻ വിളിക്കുന്നേ. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. കുഞ്ഞേ, നീ ഇപ്പോൾ സഹിക്കുന്ന പ്രതിബന്ധത്തിന്റെ നടുവിൽ പിറുപിറുക്കരുത്. നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ കഴിയത്തില്ല. 6000 ഭൂതങ്ങൾ തലങ്ങം വിലങ്ങം ഒരുത്തന്റെ ദേഹത്ത് കയറി മേഞ്ഞിട്ടും അവൻ ഒരു കേടും വന്നില്ല. ഞാനിന്ന് പിടിക്കുന്ന ചില പ്രതികൂലത്തിന്റെ പിമ്പിൽ പിശാചാണെങ്കിൽ, മന്ത്രവാദിയാണെങ്കിൽ, കാറ്റാണെങ്കിൽ, കോളാണെങ്കിൽ നീ പേടിക്കരുത്. ഹോളി സ്പിരിറ്റ്, ചിലരെയൊക്കെ കർത്താവ് തൊട്ട് പറയാം, നിന്റെ വീടിന്റെ അന്തരീക്ഷം ഉടനെ മാറും. ഒന്നുകൂടെ പ്രവചിക്കാം, നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ചിലരൊക്കെ വിട്ടുപോകും. നിനക്ക് പ്രതികൂലം ഉണ്ടാക്കിയവർക്ക് ദേശത്ത് നിൽക്കാൻ വയ്യാത്ത അന്തരീക്ഷം പരിശുദ്ധാത്മാവ്. ഇയ്യോബിന്റെ കുഞ്ഞുങ്ങളെ ഒന്നിനെ പോലും ബാക്കി വെക്കാതെ ഒരു കാറ്റില്ലായ്മപ്പെടുത്തിയിട്ടും 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺതഴയും 100 കണക്കിന് ദാസീദാസന്മാരും ഒക്കെ ഉള്ളവൻ ചാരത്തിൽ നിന്ന് ചൊറിയേണ്ട ഗതികേട് വന്നിട്ടും കുലുങ്ങാത്ത എന്നാ? 7000 ആടിനെ കൊണ്ടുപോകാൻ ശത്രുവിന് കഴിയുമെങ്കിൽ 14000 ആടിനെ തരാൻ കഴിവുള്ളവനായ എന്റെ ദൈവം. പിടികിട്ടിയോവല്ലോ. നഷ്ടങ്ങളുടെ കഥ പറയാൻ പോവല്ല. ഇനി എനിക്ക് സന്തതി വരാൻ പോവുക. ഒരു കസിയായി എമീമ. ഞാൻ പ്രവചന ദൂത് പറയാ, ഇപ്പോഴും നീ തോറ്റിട്ടില്ല, ഇനി നീ തോറ്റു കൊടുക്കത്തുമില്ല. ഒന്നുകൂടെ പറ, ഇപ്പോഴും നീ തോറ്റിട്ടില്ല, നീ തോറ്റു കൊടുക്കത്തുമില്ല. ഈ പ്രതികൂലം ഇനിയും നീളത്തില്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് ഒരു ദൂത് നിന്നോട് പറയുക. ശ്രദ്ധിച്ചു കാണാം. ഈ പ്രതികൂലം നിന്നെ തകർക്കത്തില്ല.
വർഷങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് കയറി കിടക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റ് കയറിയതുപോലെ ഇറങ്ങിപ്പോ. പാട്ടുകാരൻ പാടി, അലകൾ പടകിലടിച്ചാൽ ഒരൽപ്പം പോലും എന്തോ ഇല്ലെന്നാ, അല്പം പോലും അല്ലലില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇനിയും നീ അടിച്ചോ, ഒരു പേടിയില്ല. കാറ്റ് പറയാ, പിശാച് പറയാ, നിന്റെ 7000 കൊണ്ടുപോയി, നീ നോക്കിക്കോ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ ദൈവം 14,000. ഒരു കാഴ്ച ആത്മാവിൽ കാണുക, ആ കാഴ്ച ഞാൻ വെളിപ്പെടുത്താം. ഒരു കുടുംബത്തിൽപ്പെട്ട പല വ്യക്തികളെ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, അപ്പൻ, അമ്മ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ കാറ്റ് മാറി മാറി അടിക്കുക. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇത് പോകത്തില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുക, പോകാത്തവനെ വിടുന്നതായിരുന്നു ശുശ്രൂഷ. ഇന്നു നീ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ പോരാടിയാൽ, നിന്റെ സാമ്പത്തിക മേഖലയെ അടിച്ചു തകർത്ത, നിന്റെ കുടുംബ ബന്ധത്തെ അടിച്ചു തകർത്ത, നിന്റെ നന്മയെ കരിച്ചു കളയുന്ന, ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 41-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, നിന്റെ നന്മകളെ കരിച്ചു കളയുന്ന കാറ്റ്. ഹോശയ്യ 13 എഴുതിയിട്ടുണ്ട്, നിന്റെ ഉറവകളെ വറ്റിച്ചു കളയുന്ന കാറ്റ്. നിന്റെ നന്മ വർഷങ്ങളായി മാറി മാറി അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന് കരിച്ചു കളയുന്ന, ഉറവ വറ്റിക്കുന്ന കാറ്റ് നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറാതെ ഒരു സൈക്കിൾ ചാന്റെ ടയർ പോലെ നിന്റെ വീട്ടിൽ റൗണ്ട് ചെയ്യുന്ന, വിട്ടുമാറാത്ത കടബാധ്യത, ആ പ്രതികൂലം Glory, glory, glory. ഞാൻ ഈ അടുത്ത സമയത്തൊരു വീട്ടിൽ പോകേണ്ട സാഹചര്യമുണ്ടായി. ആ വീട്ടിൽ പോയപ്പോ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറയുക, പാസ്റ്ററേ, എന്റെ മകനും ഭാര്യയും 3 മക്കളും നല്ല പിള്ളേരാ, പക്ഷെ ഇവന്മാരെല്ലാം ഭ്രാന്തന്മാരാ. ഞാൻ ചോദിച്ചു, അതെന്നെ അപ്പച്ച? ഞാൻ ഒരു വീട്ടിലും കാണാത്ത കാഴ്ച അവിടെ കണ്ടു. 8 ബൈബിൾ അടുക്കി വെച്ചിരിക്കുന്നു. അതെന്നാ? അപ്പന്റെ അമ്മയുടെയും 2 ബൈബിള്, 3 മക്കളുടെ ബൈബിള്, അവന്റെ ഭാര്യമാരുടെ ബൈബിള്, എല്ലാരും ഒരു വീട്ടിലാ. 5-8 ബൈബിൾ അടുക്കി വെച്ചേക്കുക. അപ്പച്ചൻ പറയാ, ഇവന്മാർക്കെല്ലാം ഭ്രാന്ത. ഞാൻ ചോദിച്ചു, അതെന്നാ? എന്റെ പാർശ്വ ഇവന്മാര് പാടുവേലും പ്രാർത്ഥിക്കുവേലും മുഖത്തോട് മുഖം നോക്കിയ ഇവന്മാർ അടിയാ. ഇടക്കിടക്ക് ഞങ്ങളുടെ പാസ്റ്ററെ വരുത്തി ഒരു പ്രാർത്ഥന വെക്കും. 3 ആഴ്ച കുഴപ്പമില്ല, 4-ാമത്തെ ആഴ്ച ഇളവും. പക്ഷെ ഇതെന്റെ വീടിനെ ചുറ്റിയടിക്കുന്ന ഏതോ ഒരു കാറ്റ. എന്റെ കുടുംബത്തിൽ മക്കൾക്കും ശാന്തതയില്ല, മരുമക്കൾക്ക് ഒട്ടും ശാന്തതയില്ല. ഇവിടെ നിൽക്കുന്നതും കൊള്ളാം, വന്നു കയറിയതും കൊള്ളാമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പച്ചന്റെ വാക്ക. ഞാൻ എന്തിനാ ഇതൊക്കെ വെളിപ്പെടുത്തുന്നേ? എത്ര നന്നായി ജീവിക്കാൻ നോക്കിയാൽ ഏതോ ഒരു കാറ്റ്, ഒരു പ്രതികൂലം നിന്നെ സമ്മതിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ദൂതിലോട്ട് വരട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഒരു നിയോഗം കർത്താവ് തരാൻ പോവാ. ചില പ്രതികൂലങ്ങളെ ദൈവമക്കൾ അതിജീവിക്കാൻ പോവാ. നിന്റെ ജോലി സ്ഥലത്ത് വ്യാപരിക്കുന്ന സ്വൈര്യതക്കേട്, നിന്റെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കുന്ന ഒലച്ചിൽ, ദൈവാത്മാ പറയാ, ആ കാറ്റിനെ ഇന്ന് പിടിച്ചു കെട്ടണം. ഇതിനകത്ത് കൃപ വ്യാപരിക്കാൻ പോവാ. ശത്രു ഒരിക്കൽ സർക്കിളിൽ നിന്ന് വെളി വരാൻ പോവാ.
ദൈവം നിനക്ക് അനുകൂലമാണ്. ശ്രദ്ധിക്കണം. വചനത്തിലോട്ട് വരാം. സ്തോത്രം. കാറ്റിനാൽ പടക് ഒലയാൻ തുടങ്ങി. ചോദ്യം, ഈ ഒലച്ചിൽ നിൽക്കുവോ? 100% നിൽക്കും. ചില വീടുകൾക്കകത്ത് ദൈവം തെളിയിക്കാൻ പോവാം. ഗ്ലോറി, ഹല്ലേലൂയ. ചോദ്യം, ഈ തിരയുടെ പിറകിൽ ഒരു കാറ്റ. ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യേശു എന്താ ചെയ്തത്? അതാണ് ഇതിന് വിടുതൽ പ്രാപിക്കാനുള്ള വചനം. ഞാൻ എപ്പോഴും ഒരു ദൂത് പറയാം. സാത്താന്റെ എല്ലാ കുതന്ത്രത്തെയും ജയിക്കുന്നത് വചനം കൊണ്ടാണ്. പിശാച് നിഗൂഢ പദ്ധതിയുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നേച്ചു പറഞ്ഞു, ഈ കല്ലൊന്ന് അപ്പമാക്കാൻ പറഞ്ഞു. യേശു എന്നെ മറുപടി കൊടുത്തു, അപ്പം തിന്നാതെ വളരുന്നൊരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാം. ഇവനിട്ട എല്ലാ ചോദ്യത്തിനും 3 വാക്യം ഇട്ടപ്പോൾ സാത്താൻ പരിപാടി നിർത്തി അക്കരെ കയറി. യേശുവിനെ വിട്ടുമാറിയെന്ന്. അപ്പൊ അങ്ങനെയാന്ന് ദൂത ഏത് പ്രോബ്ലത്തെയും ജയിക്കുന്നത് വചനം കൊണ്ടാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, നമ്മൾ ജയിക്കാൻ പോവാന്ന് പറ. ഇന്ന് ആരെല്ലാം ഏതെല്ലാം സ്ഥലത്തിരുന്ന് ഈ ദൂത് കേൾക്കുന്നോ, ആ വീടിന്റെ അന്തരീക്ഷങ്ങളിലൊക്കെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോവാ. യേശുവിന് നിങ്ങൾ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുന്നത് ആത്മാവിൽ കണ്ടോണം. ദൂതിലോട്ട് വരാം. ഒരു വാക്യം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വചനം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാം. നിന്റെ പ്രതികൂലത്തിന്റെ പിമ്പിൽ കാറ്റാണെങ്കിൽ കാറ്റ് കടലിനെ ഇളക്കിയതാ. യേശു എഴുന്നേറ്റ് വായിച്ചേ. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. അപ്പൊ ഒരു ദൂത്, ഈ പ്രതികൂലം നിന്റെ മുമ്പിൽ നിന്ന് മാറണമെങ്കിൽ ഇതിനൊരു ശാസന ആവശ്യം. ഗ്ലോറി ടു ഗോഡ്. എന്താവശ്യമാ? ശാസിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വളരെ പരിചിതമായ 3 വാക്യങ്ങൾ നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 23, 24, 25. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു കാര്യമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചത്. നിങ്ങൾക്കറിയാം, മത്തായി സുവിശേഷം 14-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ്. ഇവിടെ കർത്താവും ശിഷ്യന്മാരും കൂടെ ഉള്ള ഒരു യാത്രയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആ യാത്രയ്ക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതികൂലത്തെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ അവൻ ഒത്തിരി ആ പ്രതികൂലത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ
അനുകൂല സാഹചര്യമാണെങ്കിൽ അവൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് പരിശുദ്ധാത്മാവ് വിരളി ചൂണ്ടുന്നത് മനുഷ്യജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളെയാണ് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് ആ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ ജയിക്കാമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. തുടക്കത്തിലെ പറയാം, പ്രതികൂലങ്ങളുടെ മേൽ നിനക്ക് ജയം ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാരെപ്പോഴും ശുശ്രൂഷയിലുണ്ട്. നമ്മൾ ഈ 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം, ഹല്ലേലൂയ, അതിൻ്റെ 13-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പഠിക്കുമ്പം യേശു നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. സ്തോത്രം. വായിക്കണമെന്നില്ല. ആമേൻ, സ്തോത്രം. പുരുഷാരം പട്ടണത്തിൽ നിന്ന് കാൽനടയായി യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിയെന്ന് നമുക്കവിടെ പഠിക്കാൻ കഴിയും. അവൻ മനസ്സലിഞ്ഞ് അവരിലെ രോഗികളെ സൗഖ്യമാക്കുവാൻ തുടങ്ങി. 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എൻ്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ന്യായമായ ഒരാവശ്യം ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. ന്യായമായ ഒരാവശ്യം. ദൈവത്തിന് സ്തോത്രം. എന്താന്ന് ചോദിച്ചാൽ, ഈ നിൽക്കുന്ന സ്ഥലം ഒരിക്കലും ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല. അതുകൊണ്ട് ഈ ജനത്തെ ആഹാരം വാങ്ങാനായി വിടണം. എന്നാൽ നമ്മൾ താഴോട്ട് പിന്നെ പഠിക്കുമ്പോൾ അതെല്ലാം വായിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, അവരെ വിടേണ്ടതില്ല, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കണം. ഉടനെ അവർ പറയുകയാണ്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാ, അതിങ്ങ് തരുവീൻ, അതിങ്ങ് തരുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശിഷ്യന്മാർക്ക് പോലും അത്ഭുതം വരുന്നൊരു കാര്യം കർത്താവ് ചെയ്യുക. ഒരു ചോദ്യം, 5000-ഓളം വരുന്ന പുരുഷാരത്തിന് ഈ 5 അപ്പം, സ്തോത്രം, എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഞാനിവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം പറയാം. ദൈവത്തിന് നിന്റെ ഏത് ചെറിയ കാര്യത്തിലും അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ഒരു ജന്മത്തിലെ കടം തീരാൻ 1 ഭരണി എണ്ണ ധാരാളമാണ്. സ്തോത്രം. ഒരു ക്ഷാമകാലം അതിജീവിക്കാൻ, സ്തോത്രം, പ്രവാചകന്റെ 1 വാക്ക് ധാരാളമാണ്. ഞാൻ ദൂതിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ 5 അപ്പമേ ഉള്ളൂ, പുരുഷാരം വലുതാണെന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കണ്ട, അത് ദൈവകരത്തിൽ കൊടുത്താൽ, അവിടെ വായിക്കുക, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കൊട്ട 12 നിറച്ചെടുത്തു. അങ്ങനെയല്ലേ വായിക്കുന്നേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 20-ാമത്തെ വാക്യം, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. ഒരു 2 മിനിറ്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 5000 പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു ജനസമുദ്രത്തിന് ഒരു ബാലകന്റെ കയ്യിലിരുന്ന 5 അപ്പം മതിയോ? തികയുകയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടേ പറയാം, അത് തികയിക്കാൻ കഴിവുള്ളവനായി ഇവിടെ ഉള്ള ഒരാമയും വരുന്നില്ല. സ്തോത്രം. ദൈവമക്കൾ എപ്പോഴും വിശ്വസിക്കണം, എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനുള്ളത് എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെ പ്രവചിച്ച് പറയുക, ആരുടെയും കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കണം.
ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആ ഭാഗം പ്രസംഗിക്കാൻ പോയാൽ അത് വേറെ ലെവലിൽ പ്രസംഗിക്കണം, അതല്ല എൻ്റെ സബ്ജക്റ്റ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ കണ്ണു തെളിപ്പു ഇല്ലയോ? ഈ നമ്മുടെ എക്കാലത്തും ഒരു ചോദ്യമാ, ഇത് എവിടുന്ന് ലഭിക്കും? അതാ ചോദ്യം. ഇത് എവിടുന്ന് ലഭിക്കും? 40 ലക്ഷം ഇസ്രായേൽ മക്കൾ നിന്ന് മന്ന പറക്കുക, എവിടുന്ന് ലഭിക്കും? അറിയത്തില്ല. മേളിൽ നിന്ന് വീഴുക, ഇതിന്റെ ഗോഡമിട അറിയത്തില്ല. ലക്ഷക്കണക്കിന് ജനം കാടെ തിന്നുക, എവിടുന്നാ വരുന്നത്? ഒരു കാറ്റാ കൊണ്ടിരുന്നത്, എവിടുന്നാ ഇത് ഉണ്ടാവുന്നത്? ഒരു സ്ത്രീ നിന്ന് അപ്പം ചുടുക, ഇത് എവിടുന്നാ ഈ മാവ് വരുന്നത്? ഉണ്ടെന്നില്ല. ഈ ദൈവമക്കൾ കൈയടിക്കുന്നതിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഈ കയ്യടിയുടെ രഹസ്യം അറിയത്തില്ല. ആർക്കു വേണ്ടിയും ചെയ്യാത്ത കാര്യം നിനക്കു വേണ്ടി ചെയ്യുമ്പോൾ അറിയാതെ അങ്ങ് ആരാധിച്ചു. മനസ്സിലായി വരുന്നവരെ സ്തോത്രം ചെയ്യോ? സകല മനുഷ്യരും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉറവയില്ല. പക്ഷെ ഇസഹാക്ക് പറയാ, ഇവിടെ ഉറവയുണ്ട്. അത് വാക്തത്വമുള്ളവന്റെ കണ്ണിൽ തെളിയും ഉറവ. ഞാൻ ദൂതിലോട്ട് കയറട്ടെ. സ്തോത്രം. ആരോടൊക്കെയോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നിനക്ക് രക്ഷപ്പെടാനുള്ളത് നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. ആ ഭാഗം വിടുക. അപ്പം നമ്മൾ ആ ഭാഗം ധ്യാനിച്ചു വരാം. 5 അപ്പവും 2 മീനും കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 5000 പേരെ പോഷിപ്പിച്ച് ബൈബിൾ കണക്ക് തന്നെ പറയാം 12 കൊട്ടം നിറച്ചിടും. ഇപ്പൊ ഈ ശിഷ്യന്മാരുടെ കണ്ണ് നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ണ് ഈ 2 കണ്ണിന്റെ പോളയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ചില സമയത്തൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ അത് ഈ പോള പൊളിച്ച് വെളി വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചിലങ്ങനെ കല്ലിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവരുടെ കണ്ണ്. ചിലർ ഈ അത്ഭുതം കണ്ടിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സത്യം ഈ 12 പേരിനും കണ്ണ് തെളിയിപ്പോൾ കർത്താവ് പറയും. ഇപ്പൊ അവര് പറയുക, ഇന്ന് ഇതിൽ 1 കൊട്ട അപ്പവും കൊണ്ട് വടവാതൂര് ഇറങ്ങണം. സ്തോത്രം. ചുറ്റുള്ള വീടുകാരെ മുഴുവൻ വിളിക്കണം. വിളിച്ചിട്ട് ഈ അപ്പമെല്ലാം എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തേച്ച് വരണം. കണ്ടോ, യേശുവിൻ്റെ അടുക്ക പോയതാ, കണ്ടോ, ഞങ്ങളെല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്കും. കർത്താവ് പറഞ്ഞ അത്രയും പരസ്യമൊന്നും വേണ്ട. സ്തോത്രം. ചിലക്ക് ബ്രദറെ, എന്നെ ഒന്ന് അനുഗ്രഹിച്ച് വേണം അപ്പുറത്തെ ചാക്കോയും കണ്ട് രക്ഷിക്കപ്പെടാം. അല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് കണ്ട് ചാക്കോ രക്ഷിക്കപ്പെടണ്ട. ശ്രദ്ധിക്കണം. ഈ ഷോയുമായി വന്നത് പിശാച. നീ ദൈവപുത്രനാണ്, ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാം. ഞങ്ങൾ പറയും, ഞങ്ങളുടെ കർത്താവ് കല്ല് അപ്പമാക്കുന്ന ദൈവം. ദൈവം പറഞ്ഞ ആ ഷോ വേണ്ട. നീ ദൈവപുത്രനാണ്, മേളിൽ കയറിയച്ച് താപ്പോട്ട് ചാട്. ഇവിടുത്തെ ഏറ്റവും വലിയ ടവറിനെ മണ്ടയ്ക്കും നമ്മൾ താഴോട്ട് ചാടും, ദൂതം പിടിക്കും, സഭയിൽ ആളുകൂടും. മോളിൽ നിന്ന് ചാടുന്നതിന് ഷോ ഒന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇവരിങ്ങനെ കണ്ണ് മുമ്പോട്ട് ഉന്തി, ഇവര് ഭയങ്കരമായി ഇനി യേശു എന്ന് പറഞ്ഞ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. യേശു പറഞ്ഞ വെള്ളത്തെ കയറാം. അവിടെ വായിക്കുന്ന നിർബന്ധിച്ച് കയറ്റിയെന്ന്. എന്താ ചെയ്തു? യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ ഇനി സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഗുണം പറയാം. നാം എന്തെല്ലാം പ്രതിബന്ധം വന്നാലും അതിനകത്ത് ജയിക്കാനുള്ള ദൂത് 4 സുവിശേഷത്തിലുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് അത് മനസ്സിരുത്തി വായിച്ചാൽ മതി. നാട് വിട്ടോടണ്ട, സഭ വിട്ടോടണ്ട, നിന്റെ എല്ലാ പ്രോബ്ലം ദൈവം പരിഹരിച്ചു തരും. ഇനി ഇച്ചുണ്ട ഗഹനമായിട്ട് വരാം. ശ്രദ്ധിക്കാനാണ് ഇവരെ നിർബന്ധിച്ച് വള്ളത്തെ കയറ്റി. ഈ നമ്മളുടെ ഒരു ചോദ്യമുണ്ടേ, ഒരു ദൈവാലോചന കേട്ടിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി പ്രതികൂലം വന്നാൽ അവര് നേരെ വന്ന് ദൈവാലോചന പറഞ്ഞ പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്ററെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ലയോ ബിസിനസ് തുടങ്ങി, പിന്നെന്തുവാ ഈ പ്രതികൂലം?
അപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം, ദൈവം പറഞ്ഞിട്ട് ഒരു കാര്യം തുടങ്ങിയാൽ ഒരു പ്രോബ്ലം ഉണ്ടാകരുത്, വെച്ചടി കയറ്റം വേണം, ചുമ്മാതാ, കിട്ടത്തില്ല. അങ്ങനെ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ, ഒന്നും നടക്കാൻ പോകുന്നില്ല. യേശു വള്ളത്തെ നിർബന്ധിച്ച് കയറ്റി. ശ്രദ്ധിക്കണം, നമ്മൾ ഇനിയും ഈ വചനത്തിലോട്ട് ശ്രദ്ധ കൊണ്ടുവരിക. ഞാൻ 2 കാഴ്ച കണ്ടുകൊണ്ടാ ഈ ദൂതെടുക്കുന്നത്. ഒന്നാം, എവിടൊക്കെയോ ചില പ്രതികൂലം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടൊക്കെയോ ചില പ്രതികൂലം ചിലരെ വല്ലാതെ ഒലയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ആ പ്രതികൂലത്തെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ദൈവം സംസാരിക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. അവിടെ വായിക്കുന്നേ, നമുക്ക് 22-ാമത്തെ വാക്യം വായിക്കാം. Matthew chapter 14 verse 22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. തനിക്കും അപ്പം കഴിക്കാതെ പോകുമ്പം കൈ കൊടുക്കുന്നതും അപ്പം കഴിച്ചേച്ച് പോകുമ്പം കൈ കൊടുക്കുന്നതിനും 2 എഫക്റ്റാ. വയറ് നിറഞ്ഞ് 12 കൊട്ടയെ നിറച്ച് വിളമ്പിയവൻ കൊഴിഞ്ഞേച്ച് നിൽക്കുമ്പോൾ ഇത് കണ്ടേച്ചൊരു കൈ കൊടുപ്പുണ്ട് യേശുവിന്. യേശു പറഞ്ഞു, ആട്ടെ പൊക്കാട്ടെ, അത്ഭുതങ്ങൾ നടന്നല്ലോ. ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഈ 12 കൊട്ട എടുത്തുകൊണ്ട്, ഈ കൊട്ട ഞാൻ, ഈ കൊട്ട എനിക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരെ നിർബന്ധിച്ചെന്തോ ചെയ്തു? ഈ വയറ് നിറഞ്ഞാലും കൊട്ടയിലെ കളഞ്ഞേച്ച് പോകാൻ വലിയ പാടാ. മിണ്ടുന്നില്ല. സ്തോത്രം. യേശു വള്ളത്തെ കയറ്റി. ഇനി നമുക്ക് വായിക്കണം, ഇനി ആ ദൂതിലോട്ട് വരുന്നത്. സ്തോത്രം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവൻ ഈ അപ്പക്കൊട്ട ഉള്ളിടത്തുനിന്ന് ഇറക്കാൻ വലിയ പാടാ. സ്തോത്രം. കർത്താവ് പറഞ്ഞ വള്ളത്തെ പത്രോസ്, ഞാനോ? കേറിക്കോ. യോഹന്നാൻ ചോദിച്ചു, കേറിക്കോ. യൂദാ വരെ ചോദിക്കുക, കർത്താവ് ഞാൻ പോണോ? ഇത് 12 കേറ. മൊത്തത്തെയും കയറ്റി. അങ്ങോട്ട് പോകുമ്പോഴും അവര് ബൈ പറഞ്ഞു പോവുക. എങ്ങനെ ഈ അപ്പക്കൊട്ട വിടും? ചിലർ അതുകൊണ്ടായി കൊട്ടയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. ആ പോട്ടെ, പെടങ്ങരുത്. വള്ളത്തെ കയറി. അടുത്ത പദം ശ്രദ്ധിക്കണം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ചോദ്യം, നിർബന്ധിച്ച് വിട്ടവൻ താൻ അയച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പർവ്വത മുകളിൽ കയറുക. ഈ 46 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും. യേശു പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ കാരണം, സമുദ്രത്തിൽ ഒലച്ചിലുണ്ടായാൽ അതിന്റെ കോപം തട്ടുന്നത് പർവ്വതത്തിലാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. യേശു ഇരിക്കുന്നത് ആ പ്രതിബന്ധത്തിന്റെ മുകളിലാണ്. ചുഴലിക്കാറ്റിറങ്ങിയപ്പം കാറ്റ് പടകിനെ മറിക്കാൻ നേരത്ത് യേശു ഇരുന്നത് ആ വള്ളത്തിന്റെ അമരത്താണ്. ഒരാമയും വരുന്നില്ല. രാജാവ് കത്തിച്ച ചൂളക്കകത്ത് ദൈവം ഇറങ്ങി വന്നത് സൈഡിലല്ല, വെളിയിലല്ല, അതിന്റെ മധ്യത്തിലാണ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ കർത്താവുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ചില രൂപപ്പെട്ട പ്രതികൂല ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യോഗം തീരരുത് എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുക. പക്ഷെ ആ യോഗം പെട്ടെന്ന് തീരും. വള്ളത്തെ കയറ്റും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ പേഴ്സണലി കാണാൻ ഒരു അപ്പനും അമ്മയും ഒരു മകളെയും കൊണ്ടുവന്നു. അവള് ഒരു BSc നേഴ്സാണ്. ഇപ്പൊ ഞാൻ കാണുമ്പോൾ അവക്ക് 46 വയസ്സുണ്ട്. വിവാഹം കഴിച്ചിട്ടില്ല.
46 വയസ്സുണ്ട്. അപ്പനും അമ്മ എന്നോട് പറഞ്ഞു, നേഴ്സിംഗ് പഠിച്ച കോളേജിൽ ഇവൾ ഒന്നാമതാണ്. ഏറ്റവും നല്ല സ്കോറോടെ മാർക്കോടെ അവൾ പാസ്സായി. പിന്നീടുള്ള 2 വർഷം ബാംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലിൽ അവൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി അവൾ ജോലിക്ക് കയറി. ഡോക്ടർമാർക്ക് ഇവൾ വിലപ്പെട്ടവളാണ്. നേഴ്സസ് യൂണിയന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് ഇവൾ വിലപ്പെട്ടവളാണ്. പക്ഷെ ചിന്തിക്കാത്ത സമയത്ത് ഒരു പ്രതികൂലം ഉണ്ടായി. ഒരു പുതിയ സ്റ്റാഫ് അവിടെ വന്നു. ഇവളോട് എല്ലാവർക്കും താല്പര്യമായതുകൊണ്ട് ഇവൾ അവൾക്ക് നേരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. നേഴ്സസ് ഗ്രൂപ്പിനെ മുഴുവൻ 2ാമത്തെ വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ അവളെ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുവാൻ അവിടെ റിലേറ്റീവ് എല്ലാ പേപ്പർ വർക്കും ചെയ്തു വെച്ചിരിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിയാൽ മതി. ചുരുക്കി പറയാം, 2 വർഷം തികയുന്നതിന് 3 മാസം മുമ്പ് ആ ഹോസ്പിറ്റലിലുള്ള മുഴുവൻ സ്റ്റാഫ് ഇവൾക്കെതിരായി. ഇവക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാതെ അവളെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. മാനസിക വിഷമം കയറി വീട്ടിൽ വന്ന് 1.5 മാസം മുറിക്കകത്ത് അടച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നിടം വരെ മുറിക്കകത്ത് അടച്ചിരിക്കുക. എനിക്ക് ജോലി വേണ്ട, വിവാഹം വേണ്ട, ഫ്യൂച്ചർ ബ്ലോക്കായി. ഞാനിവിടെ നിന്നോട് സന്ദേശം തുടങ്ങുക. പ്രതികൂലങ്ങൾ പല നിലകളിൽ തലപൊക്കാം. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പ്രതികൂലങ്ങൾ എങ്ങനെയാന്നല്ല, പ്രതികൂലങ്ങളെ എങ്ങനെ ജയിക്കാം. അതാ ഇന്നത്തെ സന്ദേശം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എത്രയോ പേരുടെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ വർഷങ്ങളായി വെളിപ്പെട്ട് നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ ഇന്ന് കീഴടങ്ങണം. പ്രതികൂലമല്ല നിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്, യേശുവാ നിനക്ക് മുമ്പിൽ നിൽക്കേണ്ടത്. ഓ ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾക്ക് വാശി വേണം. ചില പ്രതികൂലങ്ങളെ ജയിക്കണം. അതിനുള്ള കൃപ കർത്താവ് നിനക്ക് തരാൻ പോവുക. പ്രതികൂല സാഹചര്യങ്ങൾ, യെസ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഒരു രാജ്യത്തു നിന്ന് എന്നെ ഒരു സിസ്റ്റർ ഫോൺ വിളിച്ചു. അവർക്ക് ഒരു മകനും 2 പെൺകുഞ്ഞുങ്ങളും. അവരുടെ ഭർത്താവ് ആ രാജ്യത്ത് ഒരു കമ്പനിയിൽ നല്ല ജോലി ചെയ്യുക. അദ്ദേഹം ലഭിക്കുന്ന എല്ലാത്തിലും കൃത്യമായ ഓഹരി ദൈവത്തിന് കൊടുക്കും. സഭയിൽ കൃത്യമായി പ്രാർത്ഥനയ്ക്ക് വരുന്നയാളാണ്. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന് പെട്ടെന്നൊരു പ്രതികൂലം ഉണ്ടായി. അവിടെ ആ കമ്പനിയിൽ നിന്ന് എന്തോ ഒരു മോഷണം നടന്നു. ആ മോഷ്ടിക്കപ്പെട്ടവരുടെ 2 പേരുടെയും ലിസ്റ്റ് താൻ ക്യാമറയിൽ നിന്ന് എടുത്ത് ഹയർ അതോറിറ്റിന് കൊടുത്തു. അവരെ 2 പേരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ അതിൽ സസ്പെൻഡ് ചെയ്ത ഒരാളുടെ ബ്രദർ ഈ കമ്പനിയിലുണ്ട്. സൂക്ഷം 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലൊരു മോഷണം നടന്നു. ആ മോഷണത്തിൽ ഈ മനുഷ്യനെ പ്രതിയാക്കി 13 വർഷമായി ആ മനുഷ്യൻ ജയിലിൽ കിടക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഈ പ്രതികൂലം എന്ന് മാറും. ഒന്നാമത് ദൈവമക്കൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കണം, അരുതാത്ത പ്രതികൂലങ്ങൾ തലപൊക്കരുത്. ചിലരുടെ ലൈഫിനെ തകർത്തത് ചില പ്രതികൂലങ്ങളാ. ഇന്ന് അതിനെ ജയിക്കുന്ന കൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തെ പരിശുദ്ധാത്മാവിന് തൊടാൻ പോവുക. ഓ ഹല്ലേലൂയ. ഇനി ദൈവമക്കളുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയാമോ? പൗലോസ് റോമിലെ സഭയോട് പറയുക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. പലരും സൃഷ്ടിച്ച പ്രതികൂലം, പല
പൈശാചിക ശക്തിയും നിനക്കെതിരെ അഴിച്ചുവിട്ട പ്രതികൂലം നിന്നെ തൊടാഞ്ഞതിന്റെ രഹസ്യം ഒരുവൻ നിനക്ക് അനുകൂലമാ. ഓ ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ 1000 വട്ടം പറയണം, എന്റെ യേശു എനിക്ക് അനുകൂലമാണ്. ഓ ഹല്ലേലൂയ. വചന വെളിപ്പാടിലേക്ക് വരികയാ. ചിലരുടെ പ്രതികൂലത്തിന്റെ പിമ്പിൽ മനുഷ്യനുണ്ട്, പിശാചുണ്ട്. എന്നാൽ ചിലരുടെ പ്രതികൂലത്തിന്റെ പിമ്പിൽ ദൈവമാണ്. പിശാചുണ്ടാക്കുന്ന പ്രതികൂലമുണ്ട്, മനുഷ്യനുണ്ടാക്കുന്ന പ്രതികൂലമുണ്ട്, ദൈവം ഉണ്ടാക്കുന്ന പ്രതികൂലമുണ്ട്. ചോദ്യം, ദൈവം പ്രതികൂലം ഉണ്ടാക്കുമോ? ഉണ്ടാക്കും. സ്തോത്രം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം റഫറൻസ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറഞ്ഞു വായിച്ചോളാം. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതികൂലമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം പ്രതികൂലമാണ്. 34-ാം സങ്കീർത്തനം 16-ാം വാക്യം, യഹോവ ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. യഹോവ ദുഷ്പ്രവർത്തിക്കാർക്ക്. അപ്പൊ ദൈവത്തെ വിട്ടുപോകുന്നവന് ദൈവം പ്രതികൂലമാണ്, ദുഷ്പ്രവർത്തി ചെയ്യുന്നവർക്കും ദൈവം പ്രതികൂലമാണ്. ഇനി അധികം വാക്യങ്ങൾ ഞാൻ നിരത്തുന്നില്ല, ഇനി ദൂതിലോട്ട് വരാൻ പോവാ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ മുമ്പേ വായിച്ച് വന്ന ഭാഗം ഒരിക്കൽ കൂടെ വായിക്കണം. അത് മത്തായി സുവിശേഷം 14-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ പുരുഷാരത്തെ 24-ാമത്തെ വാക്യം വായിച്ചാൽ മതി. സോറി. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രതികൂലത്തിന് പിറകിൽ ഒരു കാറ്റ്. ഈ കാറ്റ് ഇവരെ വല്ലാതെ ഉലച്ചു. ഞാൻ ഇനി ദൂതിലോട്ട് വരിക. സ്തോത്രം. എല്ലാ പ്രതികൂലത്തിന്റെ പിമ്പിൽ കാറ്റല്ല, എന്നാൽ ചില പ്രതികൂലത്തിന്റെ പിമ്പിൽ കാറ്റാണ്. കാറ്റിന്റെ പ്രത്യേകത കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഫീൽ ആവും. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഉലയ്ക്കുന്നത് പ്രതികൂലത്തിന്റെ പിമ്പിലൊരു കാറ്റാണെങ്കിൽ ഇന്ന് അതിന്മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റും.